താൽക്കാലികമായിട്ട് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി പൊളിറ്റിക്കൽ നേട്ടത്തിന് വേണ്ടി മാത്രമാണ്. അല്ലാതെ അതിനകത്ത് യാതൊരു സത്യസന്ധതയില്ല. അവർക്ക് പ്രതിപക്ഷം ശരിക്കും പറഞ്ഞപ്പോൾ സ്വന്തമായിട്ട് നിലപാടില്ലാതെയാണ് അവർ നിൽക്കുന്നത്. പ്രതിപക്ഷം നമ്മുടെ നാട്ടിൽ നടക്കുന്നത് പ്രീണന രാഷ്ട്രീയമല്ലേ നടക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ കാണാം. അത് അത്രയേ ഉള്ളൂ. അതുപോലെ മുംബൈ ഭീകരാക്രമണം നടന്ന സമയത്തും വോട്ട് ബാങ്ക് സ്പ്ലിറ്റായി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കാൻ വേണ്ടിയല്ല. പാകിസ്ഥാന് സപ്പോർട്ട് ചെയ്ത് അങ്ങനെ നിൽക്കേണ്ട കാര്യം നമുക്കില്ല. നമസ്കാരം. പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് ചുട്ട മറുപടി നൽകുകയാണ് നമ്മുടെ ഇന്ത്യ. അന്നുണ്ടായ ആ ഭീകരാക്രമണത്തെ തള്ളിപ്പറയാനോ അല്ലെങ്കിൽ നിരപരാധികൾക്ക് വേണ്ടിയിട്ട് ഒരക്ഷരം മിണ്ടാൻ പോലും അന്ന് പ്രതിപക്ഷം തയ്യാറായിരുന്നില്ല. അതേസമയം ഇസ്രായേൽ പാലസ്തീൻ യുദ്ധമുണ്ടായപ്പോൾ അന്ന് ഹമാസ് പോരാളികൾക്ക് വേണ്ടി പ്രതിഷേധ പരിപാടികളായിരുന്നു ഇതേ പ്രതിപക്ഷം സംഘടിപ്പിച്ചത്. അതുമാത്രമല്ല, സദ്ദാം ഹുസൈൻ മരിച്ച സമയത്ത് ഇവിടെ ഹർത്താൽ നടത്തുകയും അതുപോലെ തന്നെ മേമൻ സഹോദരന്മാർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഈ പ്രതിപക്ഷം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റാഫേൽ യുദ്ധവിമാനം കൊണ്ടുവന്നപ്പോൾ എതിർത്തവരാണ് ഈ പ്രതിപക്ഷം. അതേ റാഫേൽ യുദ്ധവിമാനം കൊണ്ടാണ് ഇന്ന് നമ്മൾ പാകിസ്ഥാനെ നിലം പരിശാക്കുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒരു നിലപാടും മറ്റുള്ള അയൽ രാജ്യങ്ങൾക്ക് വേണ്ടി എന്തുകൊണ്ടായിരിക്കും ഈ പ്രതിപക്ഷം രണ്ട് നിലപാടെടുക്കുന്നത്? ഇതേപ്പറ്റി നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിക്കാം. എനിക്ക് തോന്നുന്നത് സ്വന്തമായിട്ട് അവർക്കൊരു വ്യക്തിത്വം കാണത്തില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഒരു സ്വന്തമായിട്ടൊരു അഭിപ്രായം ഉണ്ടായിരുന്നെങ്കിൽ പറയും. ഇപ്പോൾ നമ്മൾ പലപ്പോഴും കാണണമെന്ന് പറഞ്ഞാൽ പുറത്തുള്ളൊരു കൊച്ചിനെ പീഡിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടെയുള്ള എല്ലാവരും ഭയങ്കര അഭിപ്രായം പറയും. പക്ഷേ നമ്മുടെ തിരുവനന്തപുരത്തോ കേരളത്തിലൊരു കാര്യം നടക്കുമ്പോൾ ആരും അഭിപ്രായം പറയത്തില്ല. ഇത് തന്നെ ഇതിൻ്റെ ഉള്ളൂ ഫാക്റ്റ്. കാര്യം ഇപ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം ഐക്യതയോടെ നിൽക്കുന്നു എന്ന് പറയുന്നുണ്ട്. അത് തന്നെ വലിയൊരു നല്ലൊരു കാര്യമാണ്. കാര്യം അത് ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത്. സ്വാഭാവികമായിട്ടും ഈ ഭരണകക്ഷി ആരാണോ അവർക്ക് ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കുന്നു. ഇപ്പം കേരള സർക്കാരായാലും ഇന്ത്യൻ മൊത്തത്തിൽ എല്ലാവരും അവർ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതൊരു വലിയ കാര്യമാണ്. അല്ലെങ്കിൽ ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലിറ്റ് ചെയ്യുന്നില്ല. പിന്നെ പാകിസ്ഥാനെതിരെ ആരും ഒന്നും പറയുന്നില്ല. പ്രതിപക്ഷം ശരിക്കും പറഞ്ഞപ്പോൾ സ്വന്തമായിട്ട് നിലപാടില്ലാതെയാണ് അവർ നിൽക്കുന്നത്. പ്രതിപക്ഷം അവർ ഇതിനെന്തെങ്കിലും പറഞ്ഞാൽ വെണ്ടറായി പോകുമെന്നുള്ളൊരു പ്രതീക്ഷയിലും ഭയത്തിലാണ് അവരത് പറയാത്ത. അവർ നോക്കിക്കാണുകയാണ്. കാരണം അവർ തന്നെ ഇപ്പോൾ പരസ്പരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷയത്തിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ടായിരിക്കും അവർ പറഞ്ഞ വെണ്ടറായി പോകുമെന്നുള്ള കാരണത്താലായിരിക്കും. പ്രതിപക്ഷം എന്നല്ല, മനുഷ്യർക്കൊക്കെ അവരുടെ രാഷ്ട്രീയവും ബിസിനസ്സുമാണ്. അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു എന്താ പറയുക ഇതാണ്. അത് എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും നഷ്ടം വരുമോ? അത് രാഷ്ട്രീയ ലാഭമുണ്ട്, ബിസിനസ് ലാഭമുണ്ട്, പല കാര്യങ്ങളും. അതുകൊണ്ടായിരിക്കും ഇപ്പം മെൻ്റലി എനിക്ക് തോന്നുന്നൊരു 99% ആളുകളും സ്വന്തം രാജ്യത്തോട് തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന പാകിസ്ഥാനിൽ പലതരത്തിലുള്ള കലാപങ്ങൾ നടക്കുമ്പോഴും നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ഫേസ്ബുക്കിലോ മറ്റേ ഓൺലൈനിലൊക്കെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും തെറ്റായിട്ട് പറയുന്നുവെങ്കിലും ബഹുഭൂരിപക്ഷവും ഒറ്റക്കെട്ടാണ്. നമ്മുടെ നാട്ടിൽ നമ്മുടെ മിലിറ്ററിയോടൊപ്പമാണ് അല്ലെങ്കിൽ നമ്മുടെ സർക്കാരിനോടൊപ്പമാണ് മുഴുവൻ ആളുകളും ഉള്ളത്. അപ്പോൾ ആ ഒരു തലത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യ വൻ വിജയമാണ്. പിന്നെ സ്വദേശ സ്നേഹം ഇല്ലാത്തതുകൊണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മളുടെ രാജ്യത്തൊരു സ്നേഹമില്ല. അത് മൊത്തം പൊളിറ്റിക്കൽ ഇതുകൊണ്ട് എന്താ പറയുക, ആത്മാർത്ഥതയില്ല. സ്വന്തം രാജ്യത്തോട് കൂറില്ല. താൽക്കാലികമായിട്ട് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി പൊളിറ്റിക്കൽ നേട്ടത്തിന് വേണ്ടി മാത്രമാണ്. അല്ലാതെ അതിനകത്ത് യാതൊരു സത്യസന്ധതയില്ല. അവർക്ക് പാലസ്തീനോടും താല്പര്യമില്ല, നമ്മളോടും താല്പര്യം. അവർക്ക് അവിടെ താൽക്കാലിക പൊളിറ്റിക്കൽ അധികാരം മോഹം മാത്രമേ ഉള്ളൂ. അതാണല്ലോ എൻ്റെ വാസ്തവം. അവരുടെ ആ ഇലക്ഷൻ സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ടാവും. ഒരു സമൂഹത്തിന് അവർ കുറ്റക്കാരായിട്ട് കാണുന്നില്ല. ആ കുറ്റക്കാരായിട്ട് കണ്ടാൽ അതവരെ ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭാവിയിൽ അവരുടെ ആ ഒരു രാഷ്ട്രീയ ഭാവികൾ തുലാസിലായിപ്പോയി. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്ന് പറയാം. എന്നുവെച്ചാൽ മോഡിയോടുള്ള ഇവരുടെ വെറുപ്പ് കാരണം വെറുപ്പ് തന്നെയായിരിക്കും. അല്ല, ജനങ്ങളോട് കാണുന്നില്ല, രാഷ്ട്രീയപരമായിട്ട് അവർക്ക് വെറുപ്പായിരിക്കും. അത് തന്നെ മോഡി യുഗമല്ലേ ഇപ്പോൾ, അതുകൊണ്ടാണ്. നമ്മുടെ നാട്ടിൽ നടക്കുന്നത് പ്രീണന രാഷ്ട്രീയമല്ലേ നടക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ കാണാം. അത് അത്രയേ ഉള്ളൂ. അതുപോലെ മുംബൈ ഭീകരാക്രമണം നടന്ന സമയത്തും ഈ പറയുന്ന ആൾക്കാരൊന്നും അതിനെതിരെ വേണ്ട രീതിയിൽ, അന്നത്തെ സർക്കാരുകളൊന്നും അതിനെ വേണ്ട രീതിയിൽ പ്രതിരോധിച്ചില്ല. അപ്പം ഈ ഒരു സർക്കാർ വന്നു കഴിഞ്ഞപ്പം ദേശസുരക്ഷയും അതുപോലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും കൊടുക്കേണ്ട ആ ഒരു പ്രധാന ലക്ഷ്യമായിട്ട് കാണുന്നത്. അവരെ ആദ്യം കാണിച്ചത് ഇപ്പം ഈ കാണിച്ചതിൻ്റെ തുടക്കത്തിലേ കാണിക്കണമായിരുന്നു. പക്ഷെ തുടക്കത്തിൽ കാണിച്ചില്ല. അതെന്തുകൊണ്ടായിരിക്കും സാർ അങ്ങനെ ഒരു നിലപാടെടുക്കുന്നത്?
കാരണം നമ്മളെ രാജ്യത്തൊരു പ്രതിസന്ധി ഘട്ടം വരുന്ന സമയത്ത് രാജ്യത്തോടൊപ്പമാണല്ലോ രാഷ്ട്രീയ ഭേദം എന്ന് നിൽക്കേണ്ടത്. അല്ല എല്ലാവരും ഒറ്റക്കെട്ടായാണ് നിൽക്കേണ്ടത്. പക്ഷെ ആ സമയത്ത് അവരെ സൈഡ് മാത്രം ചിന്തിക്കുള്ളൂ അല്ല ചിന്തിച്ചോളൂ. ഇപ്പോൾ 26-27 വരെ ഡെത്തതിന് ശേഷമാണ് ഇന്ത്യ ഇത്രയും സ്ട്രോങ് ആയിട്ട് തിരിച്ചടി കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഇതിപ്പം അവർ പാകിസ്ഥാൻ അവർ പറയുന്നത് ഇനി ഇന്ത്യ തിരിച്ചടിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കുന്നതാണ് അവർ പറയുന്നത്. സമ്മതിച്ചു. പക്ഷേ അവരെ സ്ട്രെങ്തിനെക്കാട്ടിലും നമ്മളെ സ്ട്രെങ്ത് കൂടുതലാണ്. നമ്മളായിട്ട് അങ്ങോട്ട് വളരെ ഒരു ഇതിനും പോയിട്ടില്ല. പക്ഷെ അവരത് ചെയ്ത് ഒരു തെറ്റെന്നാണ് ഞാൻ പറയുള്ളൂ. എൻ്റെ ഒപ്പീനിയൻ. ഇവിടെ പബ്ലിക്കിൻ്റെ ഒപ്പീനിയൻ എനിക്കറിയില്ല. അതുപോലെ ഇത്ര ഇത് ടൺ കണക്കിന് മറ്റേ യുദ്ധത്തിനുള്ള സാമഗ്രികൾ അവരെ നശിപ്പിച്ചു, അങ്ങനെ പല രീതിയിലുള്ള ഒരു കറക്റ്റ് ന്യൂസ് കിട്ടുന്നില്ല. ഇവർക്ക് സ്വന്തം കാര്യം നോക്കാനും നമ്മുടെ നാട്ടിൽ കാര്യം നോക്കാൻ നേരമില്ല. പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പ്രശ്നം ഉണ്ടാക്കുക, വേണ്ടപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി അവർ സംസാരിക്കാറില്ല, ഒന്നുമില്ല. ഇത് തന്നെ ഇന്നിവിടെ നടക്കുന്ന കാര്യങ്ങൾ. പിന്നെ ഇവരെല്ലാം ഒന്നാണ്, അതാണ് സത്യം. ഇവരെല്ലാവരും നല്ല കാര്യം കൊണ്ട് ശബ്ദിക്കാറ്. അതാണ് വേണ്ടാത്ത കാര്യം ഭയങ്കര ഉഷാറാണ്. നാട്ടിന് വേണ്ടിയോ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയോ ഇവർ ശബ്ദിക്കാറില്ല. അത് തന്നെ ഇന്ന് മെയിനായിട്ട് നടക്കുന്ന കാര്യം. എല്ലാ കാര്യത്തിലും ഇവർ ശരിക്കും പറഞ്ഞാൽ ഇവർ ഒന്നാണ്, അതാണ് സത്യം പറഞ്ഞു. നല്ല കാര്യത്തിന് ഇവരൊന്നും പറയില്ല. അത് മെയിൻ പോയിന്റ് അതാണ്. ഇത് തികച്ചും രാഷ്ട്രീയപരമായിട്ട് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലും ഒരു നേട്ടം അവർക്ക് അതിന് പിന്നിൽ ഉണ്ടായിരിക്കാം. ഈ നിലവിലുള്ള യുദ്ധത്തിലേക്കാണ് ഇവർ കൊണ്ടുപോകുന്നത് എന്നുള്ളൊരു ചിന്താഗതി ഈ ഗവൺമെൻറ്റാണ് ഈ യുദ്ധത്തിലേക്ക് നയിച്ചത് എന്നുള്ളൊരു ചിന്താഗതി ജനങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കാം. ഇതൊന്നും വെച്ചാൽ നമ്മുടെ ആൾക്കാരും ഒന്നും മുമ്പോട്ട് ഒന്നിനും ഇറങ്ങുന്നില്ല. ഒന്നാമത്തെ കാര്യം നമ്മുടെ കേരളീയർ ആരും ഇറങ്ങുന്നില്ല. ഇന്ത്യയിലുള്ളവർ നമുക്ക് ഇങ്ങനെ ഓരോ രാജ്യങ്ങളിൽ ഇങ്ങനെ ഓരോ ഭീകരമായ ഓരോ സംഭവങ്ങൾ നടക്കുന്ന സമയങ്ങളിലൊന്നും നമ്മളാരും പ്രതികരിക്കുന്നില്ല അതിന് വേണ്ടിയിട്ട്. നമ്മുടെ ഇന്ത്യയിലൊരു സംഭവം നടക്കുമ്പോൾ ഇന്ത്യയോടൊപ്പം അല്ലേ നിൽക്കണം. ഒപ്പം തീർച്ചയായിട്ടും അത് നിൽക്കണം. അതാണ് ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യേണ്ടത് അത് വിഷയങ്ങളെ ആഗോളപരമായിട്ട് കാണുന്നുണ്ടായിരിക്കാം. അവർക്ക് എന്തെങ്കിലും ഒരു രാഷ്ട്രീയ നേട്ടം അതിലൂടെ ഉണ്ടായിരിക്കും. രാഷ്ട്രീയ നേട്ടം ഇപ്പം ആഗോളപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ പർട്ടിക്കുലർ നമ്മുടെ രാജ്യമാണ് ആദ്യം ശ്രദ്ധിക്കുക. അവരങ്ങനെ ചെയ്യുന്നില്ലല്ലോ. അല്ല, ഇപ്പൊ നിലപാടെടുത്തല്ലോ. ഇപ്പൊ ഇന്ത്യ ഒറ്റക്കെട്ടായി നിന്നല്ലോ. ഇപ്പൊ ഭീകരാക്രമണത്തിനെതിരെ അത് അവർക്ക് അതിനുള്ള ഇത് കിട്ടിക്കാണില്ല. എങ്ങനെയാണ് ഇത് പ്രതികരിക്കണം എന്നുള്ള. ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ എല്ലാം കൂടെ ഒരുമിച്ച് നിൽക്കാറില്ല ഇന്ത്യയെ സപ്പോർട്ട്. ഇന്ത്യയിൽ അങ്ങനെ സംഭവിച്ചപ്പോൾ പ്രതിപക്ഷത്തിന് യാതൊരു ഇതുമില്ലെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ പിന്നെ നാട്ടിലിത് വേറൊരു കോമൺ ആയിട്ടുള്ള കാര്യമല്ലല്ലോ. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ സാർ, മറ്റുള്ള രാജ്യങ്ങളിൽ ഈ യുദ്ധങ്ങൾ നടക്കുമ്പോൾ എന്തുകൊണ്ടായിരിക്കും അവർക്ക് വേണ്ടിയിട്ട് ഇവിടെ പ്രതിഷേധ പരിപാടികൾ നടത്തുന്നത്? അത് ശരിയാണ്. അതൊരു പോയിന്റാണ്. അതെ, അത് ശരിയാണ്. ചിലപ്പോൾ മറ്റുള്ള രാജ്യങ്ങളിലാകുമ്പോൾ അവർക്ക് എന്തെങ്കിലും എന്തെങ്കിലും മുതലെടുപ്പുണ്ടായിരിക്കാം. ശരിയാണ്. അതെ, അതുകൊണ്ടായിരിക്കാം. ഇവിടെ ആയതുകൊണ്ട് അവർക്ക് ഒരു ഭയമായിരിക്കും ചിലപ്പോൾ. ഒരു പക്ഷേ ഈ സമയത്ത് എന്തെങ്കിലും പറയണത് ഉചിതമല്ലല്ലോ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. പ്രതിപക്ഷത്തിൻ്റെ നിലപാട് ഇപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ വന്നിട്ടില്ലല്ലോ. വന്നിട്ടുണ്ടോ? ഇല്ല. അത് എന്തുകൊണ്ടാണെന്ന് ഈ സമയത്ത് പ്രതികരിക്കത്തില്ല. അത് കഴിയുമ്പോഴേക്കും വരും. ഈ ഭരണപക്ഷത്തോട് നിൽക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തമാണ് അവർ നിറവേറ്റുന്നത്. വോട്ട് ബാങ്ക് തന്നെയാണ്. വോട്ട് ബാങ്ക് സ്പ്ലിറ്റായി അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ കഴിഞ്ഞാൽ പാകിസ്ഥാന് സപ്പോർട്ട് ചെയ്ത് അങ്ങനെ നിൽക്കേണ്ട കാര്യം നമുക്കില്ല. ഇന്ത്യയുടെ അടിസ്ഥാനം വെച്ച് നോക്കുക. അല്ല, പ്രതിപക്ഷം പിന്നീട് സപ്പോർട്ട് ചെയ്തല്ലോ. സ്വല്പം വൈകിയാണെങ്കിൽ പോലും അവർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ പത്രത്തിലുണ്ട് അവരുടെ സപ്പോർട്ട്. അപ്പം ലേറ്റായി വരുന്നത് എന്തായാലും വന്നല്ലോ. ലേറ്റായിട്ടാണെങ്കിലും അവർ വന്നല്ലോ. ആ രീതിയിൽ നമുക്ക് അതിനെ അംഗീകരിക്കാം. അവിടെ ഒരു വെറുപ്പിൻ്റെയോ അല്ലെങ്കിൽ അവരുമായിട്ടൊരു വിദ്വേഷത്തിൻ്റെയോ ഒന്നും ഒരു ആവശ്യമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. സ്വല്പം ലേറ്റായിട്ടുണ്ട്, ഞാനത് എഗ്രി ചെയ്യുന്നുണ്ട്. പക്ഷേ പിന്നീട് അവർ ആ പൊതുവികാരത്തോടൊപ്പം അവർ ചേർന്ന് വന്നിട്ടുണ്ട് എന്നുള്ളത് അഭിനന്ദനീയമായ കാര്യമാണ്. മേലിലും അവരുടെ എല്ലാം സപ്പോർട്ട് ഇന്ത്യ മഹാരാജ്യത്തിലെ സാധാരണ ജനങ്ങളുടെ മേൽ ഉണ്ടാകുമെന്ന് ആത്മാർത്ഥമായി നമുക്ക് വിശ്വസിക്കാം. അല്ല, അതെന്ന് വെച്ചാൽ ഈ പലസ്തീൻ്റെ വിഷയം വേറെ, അതും ഇതും തമ്മിൽ ബന്ധപ്പെടുത്താൻ പറ്റില്ല. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എപ്പോഴും പാകിസ്ഥാൻ എപ്പോഴും നമ്മളുടെ ഭാഗത്തോട്ട് എപ്പോഴും ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്.
നമ്മളെപ്പോഴും സൈലൻ്റ് ആയിട്ടിരിക്കുകയാണെങ്കിലും അവരെപ്പോഴും തുടർന്നും ഭീകരാക്രമണം നടത്തിക്കൊണ്ടേ പോകും. അപ്പോൾ അതുകൊണ്ടാകുമ്പോൾ ബാക്കിയുള്ള രാജ്യങ്ങളെ പോലെ ഇതെല്ലാവരും പ്രതിപക്ഷമായാലും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിന് രാഷ്ട്രീയം നോക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് നമ്മളുടെ ഭാരതത്തിൻ്റെ കാര്യത്തിലും വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത്. ചേട്ടൻ്റെ അഭിപ്രായത്തിൽ ഒരുമിച്ച് നിൽക്കണമെന്നല്ല. രാജ്യത്തിന് വേണ്ടി നമ്മൾ നിലകൊള്ളുക എന്നുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാം. ഈ യുദ്ധത്തിൻ്റെ ഒരു അലവലികളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ, അത് ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഇരിക്കുക. ഒന്നാമത് നമ്മുടെ രാജ്യത്തൊക്കെ എത്ര ഉള്ളിലോട്ട് കയറിയാണ് പകൽഗാം. അവിടെ വേണ്ടത്ര സെക്യൂരിറ്റി കാര്യങ്ങളൊന്നും നമ്മുടെ രാജ്യത്തിന് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് എൻ്റെ സംശയം. പിന്നെ അതവരെല്ലാവരും ഇപ്പോൾ ഇത് വന്നപ്പോൾ എല്ലാവരും ഒരുമിച്ച് തന്നെ നിൽക്കുന്നത്. പക്ഷെ ഇപ്പോൾ പറയുന്നുണ്ടെങ്കിൽ തുടക്ക സമയത്ത് സപ്പോർട്ടൊന്നും ചെയ്തിരുന്നില്ല. പക്ഷെ സാധാരണ നടക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഒരു സംഭവത്തിൽ നടന്ന് സെക്കൻഡുകൾക്കുള്ളിലായിരിക്കും ഫേസ്ബുക്ക് പോസ്റ്റ് നടക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഇപ്പോൾ ചിന്തിച്ചിരിക്കുന്നതുകൊണ്ട്. കാരണം സാധാരണ നടക്കുന്നതായിട്ടോ ഇതിൽ അതിരത്തിൽ മിക്കവാറും ഉണ്ടാവാറുണ്ട്. പക്ഷെ അവിടെ അങ്ങനെയായിരുന്നില്ലല്ലോ. വിനോദസഞ്ചാരികൾക്ക് കയറിയിട്ടാണ് നിങ്ങൾ ഹിന്ദുവാണെന്ന് ചോദിച്ചിട്ട് മനഃപൂർവ്വം കൊന്നതാണ്. അതപ്പോ ഇതിൽ വേറെ കാര്യമുള്ളത് റിപ്പോർട്ട് വരുന്നത് മീഡിയയിൽ വരുന്നത് കറക്റ്റാണെന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ തന്നെ യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ ഓരോ മീഡിയ കമൻ്ററി അടിക്കുന്ന പോലെയാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ന്യൂസ് നമുക്ക് ഇപ്പോഴും അറിയുന്നില്ല.